يشرف كبير يسرنا أن ندعو فضيلة الشيخ بيرود عبد الرحمن الثقافي أستاذ حفظه الله ورعاه، والله متعنا بطول عمره مع الصحة والعافية. أرحبه لإلقاء كلمته القيمة، فليتفضل مشكورا. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي خلقكم من تراب ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. SOS ആ മഹത്തായ സംഘടനയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട മാതരി മധുവെ മാതൃകാ വിവാഹം, മാതൃകാ കല്യാണം എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇതുവരെയും ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. യഥാർത്ഥ മുസ്ലിം മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ ആർക്കും ശല്യമില്ലാത്തവനാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഈ സമയത്ത് ഉണർത്താനുള്ളത്, നിങ്ങൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരാരും അനാവശ്യമായ വളരെ ബോറായ ഈ കാലഘട്ടത്തിൽ ചിലയിടങ്ങളിൽ ചിലർ പ്രവർത്തിക്കുന്ന ദുഷ്ചെയ്തികളൊന്നും ചെയ്യുന്നവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ നാടുകളിൽ ഒരു വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്തെല്ലാം ദുഷ്ചെയ്തികളുണ്ടോ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരെ ബോധവൽക്കരിക്കുകയും അതാത് മഹല്ലുകളിലുള്ള കാരണവന്മാർ, അവിടെയുള്ള ഖതീബുമാർ, അവിടെയുള്ള സദർ മുഅല്ലിമീങ്ങൾ, മറ്റു ഉസ്താദുമാർ, നാട്ടിലെ കാരണവന്മാർ എല്ലാം ചേർന്ന് വളരെ മോശമായ നിലക്ക് മുസ്ലിം സമുദായത്തിൽ ചിലർ ചെയ്തിക്കൂട്ടുന്ന പേക്കൂത്തുകൾ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്
പ്രവർത്തിക്കണം എന്നാണ് ആമുഖമായി പറയാനുള്ളത്. പരിശുദ്ധ ഇസ്ലാം വിനയത്തിന്റെ മതമാണ്, അഹങ്കാരത്തിന്റെ മതമല്ല. അഹങ്കാരത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ അഹങ്കാരി ഇബ്ലീസാണ്. അവനെ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്താക്കി. മുതക്കബ്ബിർ, അഹങ്കാരികളെ അള്ളാഹു തആല വെറുക്കുന്നു. മുതവാദിഈങ്ങളെ, താഴ്മയുള്ളവരെ അള്ളാഹു തആല ഇഷ്ടപ്പെടും. വഇബാദുർ റഹ്മാനില്ലദീന യംസൂന അലൽ അർളി ഹൗന, ഭൂമിയിൽ പേക്കൂത്തുകളൊന്നുമില്ലാതെ തുള്ളിച്ചാടാതെ അഹങ്കാരവും അഹംഭാവവും പ്രകടിപ്പിക്കാതെ താഴ്മയോടുകൂടി നടക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വിരോധിച്ച കാര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും വിവാഹ സുദിനങ്ങളിൽ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ ചെറുപ്പക്കാരിൽ പലർക്കും അറിയില്ല. അവരെ ബോധവൽക്കേണ്ട ഉത്തരവാദിത്വം ദഅവത്ത് ജീവിതത്തിൽ ഏറ്റവും വലിയ മുഖമുദ്രയായി സ്വീകരിച്ച നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഇങ്ങനെ ഉള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരെയും സംബന്ധിച്ചും അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഹുവല്ലദീ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു തആല. സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ, പിന്നെ നിങ്ങളെ ഇന്ദ്രിയതുള്ളിയിൽ നിന്നും അതിൻ്റെ ഒരു ചെറിയ അംശമായ ബീജവും അണ്ടവും സങ്കലനം നടത്തി നിങ്ങളെ അല്ലാഹു പടച്ചു. സുമ്മ മിൻ അലഖത്തിൻ, പിന്നെ നിങ്ങൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന വിധത്തിലുള്ള രക്തകഷ്ണമായിരുന്നു. സുമ്മ യുഖ്രിജുക്കും തിഫ്ലൻ, പിന്നെ നിങ്ങളെ അല്ലാഹു ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളായി ഭൂമിയിലേക്ക് പുറപ്പെടുവിക്കും. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ നല്ല യുവത്വവും ശക്തിയും ശേഷിയും ഉള്ള യുവാക്കളായി മാറും. സുമ്മ ലിതകൂനു ശുയൂഖൻ, പിന്നെ നിങ്ങൾ വാർദ്ധക്യം പിടിച്ച് കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാൻ കഴിയാത്തവരായി മാറും. വമിൻകും യുതവഫാ മിൻ ഖബൽ, അതിനു മുമ്പ് തന്നെ വഫാത്തായി പോകുന്നവർ ഉണ്ട്. വലിതബ്ലുഗു അജലം മുസമ്മൻ, ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട അവധി വരെ മാത്രമാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. വലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ. നമ്മൾ നല്ല ചിന്തയുള്ളവരാകണം. വാസ്തവത്തിൽ ഈ വിവാഹ വേദിയിൽ പ്രത്യേകിച്ച് ഒരു വധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വരനും കൂടെയുള്ളവരും അവർ കാണിക്കുന്ന എന്തെല്ലാം വൃത്തികേടുകളാണ് ഇന്ന് പല സ്ഥലത്തും നടമാടുന്നത്. അഹങ്കാരമാണ് അതിന്റെ കാരണം. അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹത്തെ സംബന്ധിച്ച് ചിന്തിച്ച് അവന് നന്ദി ചെയ്യുന്നതിന് പകരം സ്വയം അഹങ്കാരം ഉണ്ടവനായി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ തുള്ളിച്ചാടുകയാണ് പല യുവാക്കളും. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞു, വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരികളായി നടക്കാൻ പാടില്ല. നിങ്ങൾ തുള്ളിച്ചാടി ആടിക്കൊഴഞ്ഞ് അങ്ങനെ അഹങ്കാരം പ്രകടിപ്പിച്ച് നടക്കാൻ പാടില്ല. പ്രത്യേകം ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്, വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. ഞാൻ ഈ അടുത്ത് ഒരു കല്യാണ വീട്ടിൽ, അദ്ദേഹം നേരത്തെ ബന്ധമുള്ള ഒരാളായതുകൊണ്ട് ക്ഷണിച്ചപ്പോൾ പോയി. ചെന്നെത്തിയത് വരൻ വധൂഗ്രഹത്തിലേക്ക് കയറി വരുന്ന സമയത്തായിരുന്നു.
ആ ഭാഗത്തെ പോകാൻ എനിക്ക് സാധിച്ചില്ല, പോകാൻ പറ്റില്ല. കുറെ ചെറുപ്പക്കാർ അവിടെ നിന്ന് തുള്ളുകയാണ്, മേൽപോട്ട് തുള്ളുകയാണ്. എന്താണ് ഈ മക്കൾക്ക് പറ്റിപ്പോയത്? പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം, നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള തുള്ളലും ചാടലും പാടില്ല. വലാ തംശി ഫിൽ അർളി മർഹ. എന്നിട്ട് ഖുർആൻ അവിടെ ബുദ്ധിപരമായി ആലോചിക്കാൻ വേണ്ടി പറയാണ്, ഇന്നക ലൻ തഖ്രിഖൽ അർള്. നീ എത്ര ജോറുള്ളവനാണെങ്കിലും ഭൂമിയെ കീറാനും ഭൂമിക്ക് ഓട്ട വരുത്താനും നിന്റെ തുള്ളൽ കൊണ്ട് കഴിയൂല. വലൻ തബ്ലുഗൽ ജിബാല തൂല. നീ മേൽപോട്ടേക്ക് പൊങ്ങിയിട്ട് ഒരു പർവ്വതത്തിന്റെ ഉയരം പൊങ്ങാനും നിനക്ക് കഴിയില്ല. പർവ്വതത്തിന്റെ ഉയരം പോയിട്ട് പലപ്പോഴും നമുക്ക് നാം തന്നെ വളർത്തിയെടുത്ത ഒരു വാഴയുടെ മേലെയുള്ള ആ കായ ഇരിഞ്ഞെടുക്കാൻ പോലും നമ്മുടെ നീളം മതിയാകൂല. അങ്ങനത്തെ നമ്മൾ എന്തിന് അഹങ്കരിക്കണം? ഞാൻ ചോദിക്കട്ടെ, അഹങ്കാരമല്ലേ ഇതിന്റെ എല്ലാം പിന്നിൽ? എന്തുകൊണ്ട് നമുക്ക് താഴ്മയോടുകൂടി ആവശ്യമുള്ള വിഷയങ്ങളിൽ ഏർപ്പെട്ടുകൂടാ? ചിലപ്പോൾ ചില വിവാഹ സദസ്സുകളിൽ ചെന്നാൽ കാര്യമായ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ വിളിച്ചുകൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തി നിക്കാഹ് നടക്കും. നിക്കാഹ് കഴിഞ്ഞ് അവരൊക്കെ കൈയുയർത്തി ഫാത്തിഹ ഓതി ദുആ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അതേ സ്റ്റേജിൽ ആണിനെയും പെണ്ണിനെയും കൊണ്ടുവന്ന് എല്ലാ പുരുഷന്മാർക്കും ഈ പെൺകുട്ടിയെ പ്രദർശിപ്പിക്കും. എന്ത് തോന്നിവാസമാണിത്! ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം. പുരുഷന്മാര് സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ദൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. സ്ത്രീകൾ അവരുടെ ഭംഗി പ്രകടിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഖുർആൻ പറയുമ്പോ, ആ ഖുർആനിന്റെ അനുയായികളാണെന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ ഈ പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റി അവളുടെ ഭംഗി മറ്റുള്ള ആളുകൾക്ക് മുഴുവനും പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നതിന്റെ ആശയം എന്താ? ഖുർആനുമായി അവർക്കുള്ള ബന്ധം എന്താ? ഞാൻ ആലോചിച്ചു പോവുകയാണ്. അതിന്റെയും പുറമെ സുബ്ഹാനല്ലാഹ് പുതിയ പുതിയ ചില പരിപാടി പുരുഷന്മാരെല്ലാം കാണുന്ന തുറന്ന വേദിയിൽ വന്ന് ഇരിക്കുകയും വരനും അവന്റെ കൂടെയുള്ളവരൊക്കെ വരന്റെ ഫോട്ടോ പതിച്ച് മുഖത്ത് കുറെ യുവാക്കൾ ഇരുന്നിട്ട് അതിൽ നിന്ന് വരൻ ആരാണെന്ന് ഈ പെൺകുട്ടി സെലക്ട് ചെയ്യണം എന്ന പച്ച ഹറാം, പച്ചയായ ദീനീ വിരുദ്ധ പ്രവർത്തനം അല്ലാഹു തആല ഒരു നിലക്കും പൊരുത്തപ്പെടാത്തതും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ കടുത്ത തെറ്റുമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നിരീശ്വരവാദികളല്ല, നിർമ്മതവാദികളല്ല, മതവിരോധികളല്ല, ഞാനും മുസ്ലിമാണെന്ന് പറയുന്ന കുടുംബങ്ങളാണ്. എന്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ അരങ്ങേറുന്നത്? വിവാഹം കഴിഞ്ഞ രാത്രി വരനും കൂട്ടരും വധുവിന്റെ വീട്ടിൽ ചെന്ന് ആ വീട്ടിലുള്ള പല സാധനങ്ങളും നശിപ്പിക്കുകയും സംസ്കാരശൂന്യമായി മദ്യപാനികൾ പ്രവർത്തിക്കുന്നത് പോലെ, കള്ളുകുടിയന്മാര് പ്രവർത്തിക്കുന്നത് പോലെ, മാനസിക രോഗികൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു. എന്തേ ഇവരുടെ ബുദ്ധിയെല്ലാം എവിടെ പോയി? ശരിയായ മനോരോഗികളായി ഈ ചെറുപ്പക്കാർ അധപ്പതിച്ചു പോകുന്നത് കാണുമ്പോ കഠിനമായ വേദന തോന്നുകയാണ്. ഇതേപോലെ വിവാഹത്തിന്റെ മുമ്പും ശേഷവുമായി സുബ്ഹാനല്ലാഹ് ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള ശർഇന് വിരുദ്ധമായ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നു. പാവപ്പെട്ട പലർക്കും ഇതിന്റെ പേരിൽ വിവാഹം തന്നെ ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോകുന്നു. നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ പരിശുദ്ധ ദീൻ പുരുഷന്മാർക്ക് സ്വർണം ധരിക്കൽ ഹറാമാക്കി, വെള്ളി ധരിക്കൽ ഹറാമാക്കി,
വെള്ളിയുടെ ഒരു മോതിരം മാത്രം അനുവദിച്ചു. എന്തേ കാരണം? പാവപ്പെട്ട ആളുകൾക്ക്, കഴിവില്ലാത്ത ആളുകൾക്ക് അവരുടെ മനസ്സിന് വേദനയുണ്ടാകുന്ന വിധത്തിൽ ജനങ്ങൾ ഈ ഭംഗിയും ഈ പണവും പ്രകടിപ്പിക്കരുത് എന്നതല്ലേ അതിന്റെ പിന്നിലെ ഒരു രഹസ്യം. പക്ഷേ പണമുള്ളവർക്ക് പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന എത്ര നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു മകളുടെ വിവാഹം അല്ലെ മകന്റെ വിവാഹം നടക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത വീടുകളിൽ പാവപ്പെട്ട എത്ര പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ കഴിവില്ലാതെ നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് സഹായിച്ചിട്ട് പടച്ചവന്റെ കാരുണ്യം സമ്പാദിക്കുന്നതിന് പകരം കിട്ടിയ ഈ സന്തോഷത്തിന്റെ സമയത്ത് വല്ലാത്ത അഹങ്കാരം പ്രകടിപ്പിച്ച് എന്തിനാണ് ജനങ്ങൾ നരകം വില കൊടുത്തു വാങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നരകത്തിൽ കടക്കുന്ന കക്ഷികളെ സംബന്ധിച്ച് ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ദാലിക്കും ബിമാ കുൻതും തഫറഹൂന ഫിൽ അർളി ബിഗൈറിൽ ഹഖ്. നിങ്ങൾ അവകാശമില്ലാതെ ഭൂമിയിൽ അഹങ്കരിച്ച കാരണം കൊണ്ടാണ് നിങ്ങൾ നരകാവകാശികളാകുന്നത്. വബിമാ കുൻതും തംറഹൂൻ, നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിച്ച വകയിലുമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തംശി ഫിൽ അർളി മറഹ, നിങ്ങൾ അഹങ്കാരം പ്രകടിപ്പിച്ച് നടക്കാൻ പാടില്ല. ഉദ്ഖുലൂ അബ്വാബ ജഹന്നം, ജഹന്നമിന്റെ വാതിലേക്ക് കടന്നോളൂ. ഖാലിദീന ഫീഹാ ഫബീസ മസ്വൽ മുതകബ്ബിരീൻ, അഹങ്കാരികളുടെ സങ്കേതം ജഹന്നമാകുന്ന നരകമാണ്. വിശ്വാസവും കൂടി ഇല്ലാതെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെങ്കിൽ ആ ജഹന്നമിൽ കാലകാലം താമസിക്കേണ്ടവരാണ്. ഇങ്ങനെയാണ് അഹങ്കാരികളായി ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. ഞാൻ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അല്ലാഹു തആല തരുന്ന വലിയ അനുഗ്രഹമാണ് സ്വത്ത്. അത് എങ്ങനെയെങ്കിലും ചെലവഴിക്കാനുള്ളതല്ല. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തൂതു സുഫഹാ അംവാലക്കും അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങൾക്ക് തരുന്ന സ്വത്ത് നിങ്ങളുടെ നിലനിൽപ്പാണ്. വർസുഖൂഹും ഫീഹാ വക്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, അതെങ്ങനെ എവിടെ എത്ര ചെലവഴിക്കണമെന്ന് വിവരമില്ലാത്തവരുടെ കൈവശം നിങ്ങൾ പണം കൊടുക്കാൻ പാടില്ല. അവർക്ക് വേണ്ട വസ്ത്രവും ഭക്ഷണവും നിങ്ങൾ കൊടുത്തോളൂ. അങ്ങനെ പണം എവിടെ ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്ത വിവരമില്ലാത്ത വിവരദോഷികളായ വിഡ്ഢികളായ ആളുകളുടെ കൈവശത്തിൽ പണം കൊടുക്കാൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാം. വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ് പണം. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യനെ, ആ സൂര്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ അടുത്ത് ഉദിപ്പിക്കുന്ന ദിവസം ലാ തസൂലു ഖദമ ബനി ആദം ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഓരോ മോന്റെ കാലും നീക്കിവെക്കാൻ കഴിയില്ല. അവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്ന് അൻ ഉംരിഹി ഫീമ അഫ്നാ, ആയുസ് എവിടെയാണ് നശിപ്പിച്ചത് എന്നാണ്. നിന്റെ ആയുസ് കാലം എന്തിനു നശിപ്പിച്ചു? വഅൻ ശബാബിഹി ഫീമ അബ്ലാ, നിന്റെ യുവത്വം നീ ഏത് വിഷയത്തിൽ കളഞ്ഞു കുളിച്ചു? വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖ, നിന്റെ സമ്പത്ത് നീ എങ്ങനെ സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു? പിന്നീട് ചോദിക്കുന്ന ഒന്നാണ് വമാദാ അമില ഫീമ അലിമ, പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു? അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പണം ചെലവഴിക്കുമ്പോ ഓരോ നയാകാശിനെ സംബന്ധിച്ചും ചോദ്യമുണ്ട് എന്ന ബോധം മുസ്ലിം സമുദായത്തിന് ഉണ്ടാകണം. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൽ ചോദ്യം ചെയ്യപ്പെടും. ആരോഗ്യത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. നീ ആ ആരോഗ്യം കൊണ്ട് നിസ്കരിക്കുകയാണോ ചെയ്തത്? സുജൂദ് ചെയ്യുകയാണോ ചെയ്തത്? റുക്കൂ ചെയ്യുകയാണോ ചെയ്തത്? അല്ല തുള്ളിക്കളിക്കുകയാണോ ചെയ്തത്? നിന്റെ ആരോഗ്യവും ശരീരവും എന്തിനു വേണ്ടി നീ നശിപ്പിച്ചു? അള്ളാഹുവിൽ ചോദ്യം ചെയ്യപ്പെടും. അവിടെ കാല് നീക്കി വെക്കാൻ കഴിയില്ല. ഈ ഒരു ബോധം മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകണം. അള്ളാഹു പഠിപ്പിച്ചു ആതിദൽ ഖുർബ, കുടുംബങ്ങൾക്ക് കൊടുക്കുക.
ഹഖ്ഖഹു അവരുടെ അവകാശം കൊടുക്കുക, വൽ മിസ്കീൻ സാധുക്കൾക്ക് കൊടുക്കുക, വബിന സബീൽ യാത്ര പോകുമ്പോൾ വഴിയിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് കൊടുക്കുക, വലാ തുബദ്ദിർ തബ്ദീറാ അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന അനാവശ്യം ചെലവഴിക്കുന്നവർ കാനൂ ഇഖ്വാന ശയാത്തീൻ ശൈത്താനിന്റെ കൂട്ടാളികളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ ശൈത്താന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ് ശൈത്താൻ. ആ ശൈത്താന്റെ കമ്പനിയാണ് അനാവശ്യമായി പണം ചെലവഴിക്കുന്നവർ. ആവശ്യത്തിന് എത്ര ചെലവഴിച്ചാലും അതൊരിക്കലും തബ്ദീർ അല്ല, ഇസ്രാഫ് അല്ല. മറിച്ച് ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. എത്ര സ്ഥലത്താണ് ഖുർആൻ പണം ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത്? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവഴിക്കുമ്പോൾ അമിതമായി ചെലവഴിക്കൂല, അതേ സമയത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതിരിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമാ. അത് രണ്ടിന്റെയും മധ്യത്തിലുള്ള നിലവാരമാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ നിലപാട് എന്ന് ഖുർആൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ അല്ലാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കണം. നന്ദിയുള്ളവരായി ജീവിക്കുന്നവരായി നമ്മുടെ സമുദായത്തെ നമ്മൾ സംസ്കരിച്ചെടുക്കുകയും വേണം. വാസ്തവത്തിൽ ഈ എന്റെ ചോറ് കാണണം എന്ന് വിചാരിക്കുന്നവർ മനോരോഗികളാണ്. സംശയം വേണ്ട. നിങ്ങളൊരു വീട്ടിൽ കയറി നോക്കൂ. അവിടെ ചെറിയ മന്ദബുദ്ധിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ ആ സമയത്ത് എന്തെല്ലാമോ ഗോഷ്ഠികൾ കളിക്കും. കാരണം ഞാൻ നല്ല ജോറുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നണോ വിചാരിച്ചിട്ടാണ്. ചെറിയ കുട്ടികളും അങ്ങനത്തെ നമ്മൾ ചെന്നാൽ അവർക്ക് ആ സമയത്ത് കുറെ ഓട്ടവും ചാട്ടവും തുള്ളലൊക്കെ ഉണ്ടാവും. കാരണം ശരിക്കും ബുദ്ധി ഉറക്കാത്തത് കൊണ്ടാണ്. ഈ ബുദ്ധി ഉറക്കാത്ത മനുഷ്യന്റെ സ്വഭാവമാണ് ഇന്ന് പല കല്യാണ വേദികളിലും ചെറുപ്പക്കാര് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ. മനോരോഗത്തിന്റെ ലക്ഷണമാണ്. ഈ മനോരോഗികളായി നമ്മുടെ ചെറുപ്പക്കാർ വളരുന്നതിന് പകരം അള്ളാഹു തന്നെ നിഅമത്തിനെ സംബന്ധിച്ച് ബോധവും ചിന്തയുമുള്ളവരായി ഇതിനെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുണ്ട് എന്ന ബോധമാണ് നമുക്ക് വേണ്ടത്. ഇതായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് വസിയ്യത്ത് ചെയ്യുന്ന സമയത്ത്, മോനെ വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക. നീ നടക്കുന്ന സമയത്ത് തുള്ളിച്ചാടി നടക്കാൻ പാടില്ല. നിന്റെ നടത്തം മിതത്വമുള്ള നടത്തമായിരിക്കണം. വഗ്ളുദ് മിൻ സൗതിക, നീ ബഹളം വെക്കാൻ പാടില്ല, കൂക്ക് വിളിക്കാൻ പാടില്ല, ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. നിന്റെ സൗണ്ട് ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്നതായിരിക്കണം. വഗ്ളുദ് മിൻ സൗതിക. അതിന് പിന്നെന്താണ് ഖുർആൻ പറഞ്ഞത്? അതെ, വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. കഴുതയുടെ ശബ്ദം. കഴുതയുടെ ശബ്ദം ബുദ്ധിയില്ലാത്ത ഒരു ജീവിയാണ് കഴുത. ആ കഴുതയുടെ ശബ്ദത്തിന്റെ സ്വഭാവം എന്താണ്? കഴുതയെ മറ്റൊരാൾ വന്ന് ആക്രമിക്കുകയാണെങ്കിൽ ആ കഴുത അപ്പോൾ ആവശ്യമുള്ള ശബ്ദം എടുക്കൂല. അതേ സമയത്ത് ആ കഴുത വെറുതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ കഴുതയുടെ സ്വഭാവമാണ് അനാവശ്യമായി ശബ്ദമുയർത്തുന്ന ആളുകളുടെ പരിപാടി എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. ഖുർആൻ എത്ര സ്ഥലത്താണ് കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഒരിക്കലും സ്റ്റാറ്റസ് നടിച്ച് പവർ നടിച്ച് അഹങ്കരിക്കുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന് പകരം വിനയത്തിന്റെ സ്വഭാവം സ്വീകരിച്ച് അല്ലാഹു തരുന്ന നിഅമത്താണ് വിവാഹമെന്നും ആ വിവാഹം നാളെ മുതൽക്ക് സന്തോഷകരമായി നടത്തിത്തരേണ്ടവൻ അല്ലാഹു ആണെന്നുമുള്ള ബോധമുണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, എത്ര ചെറുപ്പക്കാരുണ്ട്? എനിക്ക് തന്നെ അറിയാവുന്നവരും എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞവരും തന്നെ എനിക്ക് ധാരാളം പറയാൻ കഴിയും. വിവാഹം കഴിച്ച് ഒരു മാസം കഴിയുമ്പോൾ ഭർത്താവിന് ക്യാൻസർ, അല്ലെങ്കിൽ ഭാര്യക്ക് കിഡ്നിക്ക് അസുഖം, അല്ലെങ്കിൽ മാനസിക രോഗം, ഇങ്ങനെ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഈ ഭൂമി ലോകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വിവാഹ സമയത്ത് ഈ അഹങ്കാരം പ്രകടിപ്പിക്കുന്ന യുവാക്കൾ, അവർക്ക് അവരുടെ ഭാവിയെ സംബന്ധിച്ച് വല്ല വിവരവും ഉണ്ടോ? അഹങ്കരിക്കണമെങ്കിൽ എനിക്ക് ഇനി അങ്ങോട്ട് സുഖം മാത്രമേ ഉള്ളൂ എന്ന ധാരണയാണോ?
ഇനി എന്താണ് നിന്റെ മുമ്പിലുള്ളതെന്ന് നിനക്ക് വല്ലതും അറിയാമോ? ഈ വിവാഹം തുടർന്നു പോകുമോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് വല്ല വിവരവും ഉണ്ടോ? ഇനി അങ്ങോട്ട് ടെൻഷനാണോ ഞാൻ ഇന്ന് വിവാഹത്തിലൂടെ സമ്പാദിക്കുന്നത്, അതല്ല സന്തോഷമാണോ സമ്പാദിക്കുന്നത് എന്നതിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ യുവാക്കൾ ഇടപെടരുത്, അതിനെ സമൂഹം അനുവദിക്കുകയും ചെയ്യരുത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഏത് കാര്യം ചെയ്യുമ്പോൾ ഇത് അള്ളാഹു പൊരുത്തപ്പെടുമോ ഇല്ലേ എന്ന് നോക്കണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളുമായി ജീവിക്കുന്നവരായി നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ചില നാടുകളിൽ, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചില നാടുകളിൽ വിവാഹം കഴിച്ചിട്ട് വരൻ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസം കുറെ ചെറുപ്പക്കാരവന്റെ വണ്ടി കയറി അവനങ്ങനെ കറക്കി 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 അവസാനം സുബിയാകാൻ നോക്കുമ്പോ കൊണ്ടുപോയിട്ട് ആ വീട്ടിൽ കയറ്റി കൊടുക്കും. പച്ച തോന്നിവാസം, പച്ച ഹറാം, പക്ഷ ദുൽമ്, ഇങ്ങനെയുള്ള എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ചിലരെന്തെല്ലാം വേഷം കെട്ടലാണ്. വേഷം കെട്ടി ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളുടെ വേഷം കെട്ടി അങ്ങനെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയ അനുഭവവും നമ്മൾ ഈ സമുദായം അനുഭവിച്ചിട്ടില്ലേ? ഞാനൊരു സ്ഥലത്ത് ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അതെന്റെ നാട്ടിന്റെ അടുത്താണ്. പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പന്തല് കാണുന്നു. ആ പന്തലിന്റെ ഇപ്പുറത്ത് താഴെ കുറച്ച് പോലീസുകാരെ കാണും. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, കല്യാണം കഴിഞ്ഞ വീടാണ്. പോലീസുകാർ കേസെടുക്കാൻ വേണ്ടി വന്നിട്ട് FIR തയ്യാറാക്കാൻ. ഇതെന്തൊരു മുസീബത്താണ്, ഇതെന്തൊരു മുസീബത്താണ്. ഇങ്ങനെയാണോ പഴയ കാലത്ത് നമ്മളെ ബാപ്പാരും ഉമ്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നോ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? റോട്ടും ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ട് പ്രശ്നമൊക്കെ പരിഹരിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഈ സമുദായം രക്ഷപ്പെടൂല. അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞില്ലേ, ഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും. അതെ, നിങ്ങളെ സഹായിക്കും. പക്ഷേ സഹായിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വാഗ്ദത്തം അങ്ങോട്ട് നിർവഹിക്കുന്നവരാകണം. അള്ളാഹു തരുന്ന അമ്മത്തിൽ മതിമറന്ന് തോന്നിവാസം പ്രവർത്തിക്കുന്ന കാലത്തോളം ഈ സമുദായം രക്ഷപ്പെടൂല. അതിന് 4 മുദ്രാവാക്യം കൊണ്ടോ അല്ലെങ്കിൽ 2 പ്രകടനം കൊണ്ടോ ഈ സമുദായം രക്ഷപ്പെടൂല. ഏത് രാജ്യത്ത് ചെന്നാലും മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങളില്ലാത്ത രാജ്യം ഏതാണ്? മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങളില്ലാത്ത ലോകം എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ പേക്കൂത്തുകളൊക്കെ കാണിക്കുന്ന സമയത്ത് ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ ആ ഫലസ്തീനിൽ ദിവസേന കൊന്നൊടുക്കപ്പെടുന്ന ചെറിയ പിഞ്ചു മക്കളെ സംബന്ധിച്ച് ഒരൽപ്പം ചിന്തയുണ്ടെങ്കിൽ, ഓ ചെറുപ്പക്കാരാ, നിനക്ക് ഈ തുള്ളല് തുള്ളാൻ കഴിയോ? അവിടെ വെച്ച് ദിനേന പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഉമ്മമാരെ സംബന്ധിച്ച് ഒരു ചെറിയ ചിന്ത നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഈ അഹങ്കാരവുമായി ജീവിക്കാൻ സാധിക്കുമോ? സമുദായത്തോടൊരൽപ്പം കൂറുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയുമോ? ഈ സമുദായം യൂസിക്കുവാൻ തദാ അലൈക്കുമുൽ ഉമമു കമാ തദാ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിലേക്ക് എല്ലാവരും കൈനീട്ടുന്നത് പോലെ എല്ലാവരും ഈ സമുദായത്തിലേക്ക് കൈനീട്ടുന്ന ഒരു സമയം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചില്ലേ, അവമിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആള് ചുരുങ്ങിപ്പോയത് കൊണ്ട് ന്യൂനപക്ഷമായത് കൊണ്ട് സംഭവിക്കുകയാണോ? നബി തങ്ങളുടെ മറുപടി എന്തായിരുന്നു? ലാ ബൽ അൻതും യൗമൈദിൻ കസീർ, അന്ന് നിങ്ങൾ ധാരാളം ആളുകളുണ്ട്, എണ്ണം കുറഞ്ഞതല്ല പ്രശ്നം. പക്ഷേ വലാകിന്നക്കും മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ചണ്ടി ചവറുകളെ പോലെ നിങ്ങൾ ഒന്നിനും പറ്റാത്ത, ദീനീ ബോധമില്ലാത്ത, പടച്ചവനെ ഭയപ്പെടാത്ത, ദീനിനോട് കൂറില്ലാത്ത, സംസ്കാരമില്ലാത്ത, ദീനിന്റെ ശിആറുകളെ പിച്ച് ചെയ്തുന്ന വിഭാഗമായി അധപ്പതിച്ചു പോയി എന്നതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കുറിച്ചുള്ള മതിപ്പും നിങ്ങളെ കുറിച്ചുള്ള ഭീതിയും ഭയവുമെല്ലാം എടുത്തു മാറ്റിക്കളയുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ദൗർബല്യത്തെ ഇട്ടുതരുന്നു. എന്തേ സുഹൃത്തുക്കളെ, ഇസ്രായേലികൾ കുറെ കൂടുതലുണ്ടോ? മുസ്ലിമീങ്ങൾ എത്രയുണ്ട്? പക്ഷേ മുസ്ലിം സമുദായത്തിൽ വലിയ അക്രമം നടത്തി ഇങ്ങനെ ചെറിയ പിഞ്ചുമക്കളെ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ വല്ലതും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇത് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതല്ലേ? എന്താ കാരണം? ഈ സമുദായത്തിന്റെ അധപ്പതനമാണ് അതിന് കാരണം.
ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ആ രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണത്തെ വെറുക്കുന്നു, അതേ സമയത്ത് ദുന്യാവിനെ വല്ലാതെ താല്പര്യപ്പെടുന്നു. ദുന്യാവിലുള്ള കാര്യലാഭം വേണം, ദുന്യാവിലുള്ള രസങ്ങൾ വേണം, ദുന്യാവിലുള്ള എല്ലാ വികാരങ്ങളും വീട്ടണം. ദുന്യാവിൽ എന്തെല്ലാമോ കളിച്ച് ദീനും ബോധവുമില്ലാത്തവരെക്കാൾ അവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഒരു നേതൃത്വത്തെ അംഗീകരിക്കുന്ന ആ നേതൃത്വം ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഒന്നുമില്ല, എല്ലാം പഠിപ്പിച്ചു തന്നൊരു നേതാവാണ് നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അച്ചടക്കം, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീന എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു എന്ന് ചിലപ്പോൾ കേൾക്കാറില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? എന്നെ ഒരു പാവപ്പെട്ടവനാക്കണം എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്അലുകൽ ഗിനാ, ഞാൻ ഐശ്വര്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. അതിന്റെ അർത്ഥം അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ, എന്നെ ഒരു അച്ചടക്കമുള്ളവനാക്കണം അല്ലാഹുവേ. വഅമിത്നി മിസ്കീനൻ, എന്നെ ഒരു അച്ചടക്കമുള്ളവനാക്കി മരിപ്പിക്കണം അല്ലാഹ് എന്നാണ് ആ ഹദീസിന്റെ മാന. ഞാൻ പറഞ്ഞു വരുന്നത് അച്ചടക്കമില്ലാത്തൊരു സമൂഹമായി, എന്തും കാട്ടിക്കൂട്ടുന്ന ഒരു സമൂഹമായി നമ്മുടെ സമുദായം അതപ്പതിച്ചു പോകുന്നത് കാണുമ്പോ വലിയ സങ്കടമുണ്ട്. അതിൽ പെട്ടുപോകരുത് എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുന്നു. സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലർന്നുകൊണ്ടല്ല, ഏത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിഷിദ്ധമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, യാ നിസാ അന്നബി ലസ്ന അഹദി മിനൻ നിസാ ഇന്നിത്തഖൈതുന്ന ഫലാ തഖ്ളാന ബിൽ ഖൗൽ ഫയത്മഅ الذي في قلبه مرض وقلن قولا معروفا وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ഹാദിഹി ആദാബുൻ അമറല്ലാഹു തആല ബിഹാ നിസാ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹു തആല പഠിപ്പിച്ച അദബാണ്. ഓ സ്ത്രീകളെ, നിങ്ങൾ സംസാരത്തിൽ വിനയം കാണിച്ച് ആളുകളെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കും പോലെ അന്യപുരുഷനും അന്യസ്ത്രീയും സംസാരിക്കാൻ പാടില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണം, ആവശ്യത്തിനല്ലാതെ പുറത്തു പോകാൻ പാടില്ല. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ, പഴയ വിവരമില്ലാത്ത ജാഹിലിയ കാലത്ത് ചെയ്ത ആ പ്രവർത്തനം പോലെ നിങ്ങൾ ഭംഗി പ്രകടിപ്പിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറയാണ്, നിസാഉൽ ഉമ്മത്തി തബഉ ലഹുന്ന ഫീ ദാലിക. ഇത് നബി തങ്ങളുടെ ഭാര്യമാരോട് മാത്രമുള്ള കൽപ്പനയല്ല, അവരെ പിന്തുടർന്നുകൊണ്ട് എല്ലാ സ്ത്രീകളും, ഈ സമുദായത്തിലുള്ള സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ കാര്യം നബി തങ്ങളുടെ ഭാര്യമാരോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ സ്ത്രീകൾ പഴയ കാലത്ത് നമ്മുടെ സ്ത്രീകൾ ജീവിച്ചതുപോലെ അച്ചടക്കമുള്ളവരായി ജീവിക്കണം. ആണും പെണ്ണും ഇടകലർന്ന് തുള്ളലും പിടിക്കലും അതൊന്നും തന്നെ ഇസ്ലാം സ്വീകരിച്ച ഒരു മുസ്ലിമായ സഹോദരിക്കും സഹോദരനും അനുയോജ്യമായ കാര്യമല്ല. വൈദാ സഅൽതുമൂഹുന്ന മതഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, വകമാ നഹൈതുകും മിൻ ദുഖൂലി അലൈഹിന്ന കദാലിക, സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് പുരുഷന്മാർ കടന്നു ചെല്ലാൻ പാടില്ല. ഇതേപോലെ ലാ തൻദുറു ഇലൈഹിന്ന ബിൽ കുല്ലിയ, സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. വലൗ കാന ലിഅഹദികും ഹാജതൻ യുരീദു തനാവുലഹാ മിന്നുന്ന, സ്ത്രീകളിൽ നിന്ന് വല്ല സംഗതിയും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ഫലാ യൻദുർന ഇലൈഹിന്ന, സ്ത്രീകളെ മുഖത്ത് നോക്കിയിട്ട് വാങ്ങാൻ പാടില്ല. വലാ യസ്അലുഹുന്ന ഹാജതൻ ഇല്ലാ മിൻ വറാഇ ഹിജാബ്, ഒരു മറയുടെ പിന്നിലായിട്ടല്ലാതെ സ്ത്രീകളോട് വാങ്ങുകയോ കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ മതിയോ? ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകണം. അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള, അതേപോലെ സ്ത്രീകളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾക്കൊന്നും മുസ്ലിം സമുദായം ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ലെന്നും, മതബോധമുള്ളവരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണമെന്നും. അള്ളാഹുവിനെ ചതിക്കാൻ കഴിയൂല, പഠിച്ചവനായിരിക്കും പറ്റിക്കാനൊന്നും കഴിയില്ല.
പടച്ചോന്റെ മുമ്പിൽ കുറച്ച് മുസ്ലിംമാരെ കൊണ്ടുവന്ന് നിക്കാഹിന് സ്റ്റേജിമ കുത്തിരിപ്പിച്ച് ഒരു ഫാത്തിഹ ഇതുവായിരുന്നു. ആ മുസ്ലിംമാരൊക്കെ വലിയ ജോറായിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് യാത്ര അയച്ച്, എന്നിട്ട് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം കല്യാണം നടക്കുന്ന സ്ഥലത്ത് സ്വന്തം മകളെയും അതേപോലെ വരനെയും ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ കാണാൻ വേണ്ടി പ്രകടിപ്പിച്ചു കൊടുക്കുന്ന പച്ചയായ ഹറാം മുസ്ലിം സമുദായം ചെയ്യാൻ പാടില്ല. മുസ്ലിം സമുദായം ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ഓർക്കണം, ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ. സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അല്ലാഹുവേ, അവിടെ നീ സ്വർഗ്ഗത്തിലേക്ക് തിരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞാനും നിങ്ങളും എത്ര അഹങ്കാരത്തോടെ എങ്ങനെ ജീവിച്ചാലും ഞാൻ പറയട്ടെ, ഒരു ദിവസം നമ്മളെല്ലാവരും മരിച്ചു പോകും. എല്ലാ യുവാക്കളും ഓർക്കണം, എല്ലാവരും ഓർമ്മിക്കണം, ഒരു ദിവസം നമ്മൾ മരിച്ചു പോകും. ആ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമോ, തൊട്ടടുത്തിരുന്ന് പലരും ചിലപ്പോൾ കരയുന്നുണ്ടാകും. നമുക്ക് കരയാനും കഴിയില്ല, ചിരിക്കാനും കഴിയില്ല. നമ്മളിങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാകും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്വന്തം ഷർട്ട് പോലും അഴിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തെ ഒന്ന് കുളിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ ഉറുമ്പുകൾ കയറി വന്നാൽ, ഈച്ചകൾ കയറി വന്നാൽ അതിനെ തിരിച്ചയക്കാനും തെളിച്ചു മാറ്റാനും നമ്മളെ കൊണ്ട് കഴിയില്ല. ആ കിടക്കുന്ന കിടത്തം നിങ്ങൾ ഓർത്തു നോക്കൂ. അത് ഈ പാവപ്പെട്ട എനിക്ക് കിടക്കാനുണ്ട്, നിങ്ങൾക്കും കിടക്കാനുണ്ട്, മരിച്ചു കിടക്കാനുണ്ട് ഒരു സമയം. ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. മുത്തഖീകളെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ഇവിടെയുള്ള എല്ലാ അഹങ്കാരവും കഴിഞ്ഞുപോയി. എന്തഹങ്കരിക്കാനാണ് സുഹൃത്തെ? നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിന്റെയും എന്റെയും വയറ്റിൽ നിറയെ നജസല്ലയോ? ഈ നജസ് പേറി നടക്കുന്ന നീ എന്തിന്റെ പേരിലാണ് തുള്ളുന്നത്? എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? നിനക്കിതൊന്ന് മാറ്റിവെക്കാൻ കഴിയോ? സ്വന്തം ശരീരത്തിൽ നജസ് പേറി നടക്കുന്നവനല്ലേ മനുഷ്യൻ? നീ വലിയ ആളാണെന്ന് നിനക്ക് തോന്നുന്നു. ഒരു ഉള്ളി കൊണ്ടുവന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തൊലിച്ചാൽ ഉള്ളിയുടെ മുന്നിൽ കരയുന്നവനല്ലേ നീ? ചോദിക്കട്ടെ, ഒരു ദിവസം 2 ദിവസം മഞ്ഞ് കൊണ്ടാൽ മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കുന്നവനല്ലേ നീ? ഓ സുഹൃത്തെ, നിനക്കൊരു വയറ്റിൽ വേദന വന്നാൽ നേരെ നിൽക്കാൻ കഴിയോ? നീ അവിടെ കോടിപ്പോയില്ലേ, വളഞ്ഞുപോയില്ലേ? നിന്നെ എടുത്തുകൊണ്ടുപോയി അതാ നീ അവസാനം വല്ലാതെ വേദനിക്കുന്നു, വയറി വേദനയാകുന്നു എന്ന് പറഞ്ഞ് ഒരു ബാത്റൂമിലേക്ക്, വാഷ്റൂമിലേക്ക് കയറി ടോയ്ലറ്റിലേക്ക് പോയി അവിടെ നിന്ന് വിസർജിക്കുന്ന സമയത്ത് അല്പം കൂടുതൽ നജസ് പോയാൽ നീ ബോധം കെട്ട് വീണുപോയില്ലേ? പിന്നെ നിന്നെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് തരികയാണ് നിനക്ക് ബോധം തെളിയാൻ വേണ്ടി. ഇതല്ലേ നിന്റെ ജോറ്? ഇതെന്റെ നിന്റെ ശക്തി? ചോദിക്കട്ടെ, നീയും ഞാനും മരിച്ചു വീഴുമ്പോ നിനക്ക് മലക്കുൽ മൗത്തിനെ തിരിച്ചേക്കാൻ കഴിയോ? അല്ലെങ്കിൽ അവിടെ നിനക്ക് നിന്റെ എന്തെങ്കിലും അഹങ്കാരം പ്രകടിപ്പിക്കാൻ കഴിയോ? ഇല്ലല്ലോ. എല്ലാവരും വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി മാത്രം മരിക്കാൻ നോക്കണം. ഒരിക്കലും അഹങ്കാരിയായി ജീവിക്കരുത്. ലൻ യദ്ഖുലൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. കിബർ, അഹങ്കാരം, ഒരു അണുമണി തൂക്കമുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾ നല്ല ഭംഗിയുള്ള ചെരുപ്പ് ധരിച്ചോളൂ, നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല വീട്ടിൽ താമസിച്ചോളൂ, നല്ല സൗകര്യമുള്ള വാഹനത്തിൽ യാത്ര ചെയ്തോളൂ. ഇതൊന്നും ഇസ്ലാം വിരോധിക്കുന്നില്ല. നിന്റെ മനസ്സിൽ ഞാൻ തരക്കേടില്ല എന്ന വിധത്തിലുള്ള തുള്ളലും അഹങ്കാരം പ്രകടിപ്പിക്കലും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്നു. കുറെ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നു, നമുക്ക് പരിചയമുള്ള പലരും കയറി വരുന്നു. ആ വരുന്നവരെ ഒന്നും സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അവര് നമ്മുടെ മുന്നിലേക്ക് വരുന്നു, ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി അവരങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് നടക്കുന്നു. അവർ കുറച്ച് ബോധമുള്ളവരാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓ പെൺകുട്ടികളെ, നിങ്ങൾ ധരിച്ച ആ സ്വർണങ്ങളില്ലേ, അത് മുഴുവനും അഴിച്ചു വെച്ചുപോയി. ഓ ചെറുപ്പക്കാരെ, എന്റെയും നിങ്ങളെയും വസ്ത്രം അഴിച്ചു വെച്ചുപോയി, മോതിരം ഊരിപ്പോയി, കണ്ണട മാറ്റി വെച്ചുപോയി, വാച്ച് അഴിച്ചു വെച്ചുപോയി. നമ്മളെല്ലാവരും ഒരൊറ്റ കിടത്തം കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതാളുകൾ കുളിപ്പിച്ച് കഫൻ തുണി കൊണ്ടുവന്ന് നമ്മളെ പൊതിയുകയാണ്. ആ പൊതിയുന്ന സമയത്ത് നേരത്തെ തുള്ളിച്ചാടിയതിന്റെ കാലില്ലേ,
ആ കാലിന്റെ വിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കൈവിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കണ്ണിന്റെ മേലെ പരുത്തി വെച്ചുപോയി, മൂക്കിന്റെ അടുക്കൽ പരുത്തി വെച്ചുപോയി, തൊള്ളയുടെ അടുക്കൽ പരുത്തി വെച്ചുപോയി, കക്ഷത്ത് പരുത്തി വെച്ചുപോയി. അതിന്റെ ശേഷം 3 കഷ്ണം തുണി കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ പൊതിഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോവുകയാണ്. നിനക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് ചോദിക്കട്ടെ, നേരത്തെ നിന്റെ ആ വധൂവരന്മാരായി ജീവിതത്തിലേക്ക് ആരംഭിക്കുന്ന സമയം നിന്റെ കൂടെ തുള്ളിച്ചാടിയവർ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തുള്ളിച്ചാടുന്നുണ്ടോ? നിനക്കതിൽ വല്ല അനുഭവവും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ അതാ ഖബറിലേക്കാണ് പോകുന്നത്. ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി അതിനു മുമ്പ് നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് അവർ നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് ആ ഖബറിന്റെ മേലെ മിൻഹാ ഖലഖനാകും വമിൻഹാ വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് ചൊല്ലി 2 കൈയും കൂട്ടി വാരി മണ്ണിട്ട് മൂടിയിട്ട് അവരവരുടെ വഴിക്കേക്ക് പോകുമ്പോ നീ നിന്റെ ഖബറിൽ ഒറ്റക്കാണ് കേട്ടോ. നിന്റെ അഹങ്കാരം എവിടെ? നിന്റെ ശക്തി പ്രകടനം എവിടെ? നിന്റെ തോന്നിവാസം എവിടെ? ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം എവിടെ? നിന്റെ എല്ലാം നിന്നുപോയില്ലേ? ആ ഖബറിൽ എത്ര കാലമാണ് നീയും ഞാനും കഴിച്ചു കൂട്ടേണ്ടത്? അതിനുശേഷം പിന്നെ നമുക്കുള്ള അള്ളാഹുവിന്റെ കോടതിയല്ലേ? ഇതെല്ലാം അനുഭവിക്കേണ്ട മനുഷ്യൻ ഈ ഭൂമിയിൽ അഹങ്കാരം പ്രകടിപ്പിക്കരുത്. അള്ളാഹു സമ്പത്ത് തന്നതിന്റെ പേരിലോ ആരോഗ്യം തന്നതിന്റെ പേരിലോ 4 സുഹൃത്തുക്കൾ ഉള്ളതിന്റെ പേരിലോ അഹങ്കാരം പ്രകടിപ്പിക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അൽഖില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദ് അൽഖില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദൂ ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കളെല്ലാം പടച്ചറപ്പിന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരല്ലാതെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് അച്ചടക്കത്തോടെ ജീവിച്ചവർക്ക് സുഹൃത്തുക്കൾ ഫലം ചെയ്യുന്നവരായിരിക്കും. അല്ലാത്ത സുഹൃത്തുക്കൾ മുഴുവനും നിനക്കവിടെ ശത്രുക്കളായിരിക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് നല്ല ദീനീ ബോധത്തോടുകൂടി ആകണം മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ജീവിതവും, വൈവാഹിക ജീവിതവും പൊതുജീവിതവും. ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ മനസ്സ് വിഷമിപ്പിക്കരുത്. സന്തോഷകരമായ ജീവിതം വൈവാഹിക ജീവിതത്തിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട സമയമാണ് ഈ വിവാഹത്തിന്റെ സമയം. അഹങ്കരിക്കേണ്ട സമയമല്ല എന്ന ബോധം സർവ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തി. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹൃത്തുക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ സെന്റിനറി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ജനുവരി അവസാനത്തിൽ അതിന്റെ സമാപന സമ്മേളനം നടക്കും. അതിനു മുമ്പ് കർണാടകയിലുള്ള നിങ്ങൾക്കെല്ലാം ഒരുപാട് പദ്ധതികൾ തരും. അതെല്ലാം നിങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് നടത്തണമെന്ന് കൂടി ഈ സമയത്തുണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.